ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ്, ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ, നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിന്ന് എടുത്തേക്കുന്നത് മൈദ മാവാണ് എടുത്തേക്കുന്നത്. മൈദ മാവ് ഈ കപ്പിന് 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പിൻ്റെ കൂടെ നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ് ചെയ്തത്. അപ്പോൾ പഞ്ചസാര പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആവും. അതുകൊണ്ട് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ടത്. പഞ്ചസാര പൊടിച്ചത് ഇട്ട് ഒരു ശകലം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി, ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മുടെ മധുരം ചേർക്കുന്നില്ലേ, അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇവനെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമല്ലോ അതുപോലെ കുഴച്ച് റെഡിയാക്കി വെക്കണം. ഇതിൽ പച്ചവെള്ളം ഒഴിച്ചല്ല, ചൂടുവെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ മധുരവും ഉപ്പും പിന്നെ ഈ മഞ്ഞൾപ്പൊടിയൊന്നും എങ്ങും കട്ട കെട്ടാതെ നല്ല രീതിയിൽ മിക്സായി കിട്ടും. അതിന് വേണ്ടി അങ്ങനെ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച്, നെയ്യ് ആവശ്യമില്ലാത്തവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അതിന് മണമില്ലല്ലോ, അതാണെങ്കിൽ ഓക്കെ. വെളിച്ചെണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വെളിച്ചെണ്ണ കടല എണ്ണയൊക്കെ ആകുമ്പോൾ അതിനൊരു സ്മെല്ല് കാണും, മണം കാണും. അപ്പോൾ അതുമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിവനെ അങ്ങ് നല്ല രീതിയിൽ ചെറു ചൂടുവെള്ളത്തിൽ റെഡിയാക്കി മിക്സ് ചെയ്ത് ചപ്പാത്തി മാവിന് റെഡിയാക്കി വെക്കുന്ന കണക്ക് റെഡിയാക്കിയിട്ട് ഇവനെ ഒരു 10 മിനിറ്റ് വിശ്രമിക്കാൻ വിടണം. ഇവ ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ ഉറങ്ങി തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ റെഡിയാക്കി വെച്ചിട്ട്, ഇപ്പോൾ 10 മിനിറ്റല്ല, ഞാൻ ഇച്ചിരി നേരം താമസിച്ച് പോയി കേട്ടോ. അപ്പോൾ ഇവന് ഇവിടെ ഇരുന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഈ സ്ലാബിൻ്റെ പുറത്തിട്ട് ചെയ്യുന്നതിന് നിങ്ങളൊന്നും വിചാരിക്കരുത്. കാര്യം ഇത് ചപ്പാത്തിയാണെങ്കിലും പൂരിയാണെങ്കിലും നമ്മൾ എല്ലാം ഇട്ട് പരത്തുന്നത് ഇതിൻ്റെ പുറത്താണ്. ഇത് അപ്പം നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ വച്ചേക്കുന്നത്. ഉപയോഗിക്കുമ്പോൾ ശകലം ചൂടുവെള്ളം ഒഴിച്ച് തുടച്ചെടുത്തിട്ടാണ് നമ്മൾ ചപ്പാത്തിക്ക് ഇങ്ങനെയുള്ള ഐറ്റത്തിന് പരത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും അയ്യോ അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിനെ നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടുമല്ലോ, അത് കണക്ക് ഓരോ ബോൾസാക്കി വച്ചിട്ട് ഇതിനെ നല്ല രീതിയിൽ തേച്ച് റൗണ്ടായിട്ട് ചപ്പാത്തിക്കുള്ള മാവ് കണക്ക് റെഡിയാക്കി, ചപ്പാത്തിക്ക് പരത്തി വെച്ച കണക്ക് റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു സ്പൂണ് നെയ്യ് തേച്ച് കൊടുക്കുക. ലൈറ്റായിട്ട് തേച്ചാൽ മതി. പിന്നെ ഒരു ശകലം ഗോതമ്പ് പൊടിയാണെങ്കിലും ശരി, മൈദാപ്പൊടിയാണെങ്കിലും ശരി, അരിപ്പൊടിയാണെങ്കിലും ശരി, ഏതെങ്കിലും ഇട്ട് മിക്സ് ചെയ്ത് തേച്ചിട്ട് നമ്മൾ ഒരു 3, 4, 5 ലെയർ അതുപോലെ വച്ച് മേലെ വച്ച് ഇതുപോലെ നെയ്യോ എണ്ണയോ എന്തെങ്കിലും തേച്ച് പൊടിയിട്ട് തേച്ച് റെഡിയാക്കി വെച്ചിട്ട് നമ്മളിനി ഇവനെ എന്നെ ചെയ്യണമെന്ന്, ഇവനെ എടുത്ത് ചുരുട്ടണം. ഇവനെ നല്ല രീതിയിൽ റോൾ ചെയ്തിട്ട്, റോൾ ചെയ്യുമ്പോൾ ഊരി വരാതിരിക്കുന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ട് വേണം റോൾ ചെയ്ത് ഇവനെ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി, നമ്മളിപ്പോൾ പത്തിരിക്കൊക്കെ അടിക്കുന്നില്ലേ അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇവനെ ഓരോന്നിനെയും ഒരുപാടങ്ങ് തേക്കണ്ട, ശകല രീതിയിൽ പരത്തി, ഇത്രയും മതി, പരത്തിയെടുത്ത് റെഡിയാക്കി വയ്ക്കുമെന്നെങ്കിൽ നമ്മുടെ പലഹാരം ചെയ്യാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ നല്ല രീതിയിൽ ചൂടാകുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവനെ ഓരോന്നായിട്ട് പറക്കിയിട്ട് അങ്ങോട്ട് വേവിച്ച്, തിരിച്ചുവിട്ട് വേവിച്ച് അങ്ങോട്ട്, ഒരുപാടങ്ങ് കരിയരുത് കേട്ടോ. എനിക്ക് ഒരെണ്ണം കരിഞ്ഞു പോയി, കളറങ്ങ് മാറിപ്പോയി ഭയങ്കരമായിട്ട്. ഇവനെ അങ്ങോട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും. നമുക്ക് ഈ പലഹാരത്തിന് ചുരുട്ടപ്പം എന്നൊക്കെയാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് പേരെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ട് ചുരുട്ടെന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ നമ്മുടെ അത് ഫൈനൽ ലുക്കാണ്. ഇവനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞൻ ഈവനിങ് സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു കമൻറ്റ് ആൻഡ് ലൈക്ക് കൊടുക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.